മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ടാകണം. ഏതൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. പാടത്ത് പണിയെടുക്കുന്ന കർഷകൻ തുമ്പയുമായി പോകുമ്പോൾ അയാളുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഓഫീസിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ രാവിലെ വാഹനവും എടുത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യമില്ലാതെ ഒരു മനുഷ്യനും ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. എങ്കിൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നാം ഇവിടെയുള്ള വിഭവങ്ങൾ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇവിടെ പലരും പറയുന്ന പോലെ അത് മരണത്തോടുകൂടി തീർന്നു പോകുന്നുവെങ്കിൽ വൈവിധ്യങ്ങളുടേതായ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? പണക്കാരനും പണിക്കാരനുമുള്ള, സാക്ഷരനും നിരക്ഷരനുമുള്ള, കുചേലനും കുബേരനുമുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഈ ലോകത്തിന്റെ അർത്ഥം എന്താണ്? അപ്പോ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. നന്മകൾക്ക്, മൂല്യങ്ങൾക്ക്, ധർമ്മത്തിന് അർത്ഥം നൽകുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ്. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. മരണശേഷം നാഗമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് മനുഷ്യന്റെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ സൃഷ്ടാവ് നൽകിയ കാറ്റലോഗ്, ജീവിതത്തിന്റെ ധർമ്മപാഠങ്ങൾ അത് കൃത്യമായി കാത്തു സൂക്ഷിച്ച് മരണാനന്തരം രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴേ സമൂഹം സംസ്കരിക്കപ്പെടുള്ളൂ, വ്യക്തികൾ സംസ്കരിക്കപ്പെടുള്ളൂ. ഈ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് കാലാകാലങ്ങളിലായി ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ മനുഷ്യരെ സംസ്കരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധി ലഹരിയുടേതാണ്. ഇന്നത്തതിനേക്കാൾ ലഹരി സമൂഹത്തിൽ പിടിമുറുക്കിയ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരിവള്ളിയുടെ താഴെ മറവ് ചെയ്യണം, എങ്കിൽ അതിന്റെ പേരിൽ നിന്ന് എനിക്ക് വീഞ്ഞു വലിച്ചു കുടിക്കാമല്ലോ എന്ന് കവിത എഴുതാൻ മാത്രം ലഹരിക്കടിമപ്പെട്ട മദ്യാസക്തരായ ഒരു ജനതയിലേക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതുപോലെ തന്നെ സെക്സിന്റെ, ലൈംഗികതയുടെ കാര്യത്തിൽ രാത്രി കാലങ്ങളിൽ കുടിലുകളിൽ നിന്ന് കുടിലുകളിലേക്ക് കയറിയിറങ്ങി വൃദ്ധകളെ പോലും വ്യഭിചരിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. പക്ഷേ 23 വർഷക്കാലം കൊണ്ട് ആ ജനതയെ മാറ്റിയെടുത്ത് ലോകത്തിനുള്ള മാതൃകയാക്കിയ പ്രവാചകൻ മാറ്റിയെടുത്തു. എങ്ങനെ? അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചല്ല, ഭരണത്തിന്റെ ശീതളിമ ചായ ഉപയോഗപ്പെടുത്തിയല്ല, മറിച്ച് മനസ്സുകളെ ഏകദൈവ വിശ്വാസത്താൽ സംസ്കരിച്ചു, മനസ്സുകളെ പരലോക ചിന്തയാൽ ധർമ്മനിഷ്ഠയുള്ളവരാക്കി തീർത്തു.